സ്വാമി, കരിങ്കുട്ടി സ്വാമി പെട്ടെന്ന് പ്രസാദിക്കാനായിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള പൂജാകർമ്മങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓം ശ്രീ വിഷ്ണുമായ നമ്മൾ കരിങ്കുട്ടി കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് വിഷ്ണുമായ കരിങ്കുട്ടി സ്വാമിയുടെ ഒപ്പം തന്നെ വിഷ്ണുമായുടെയും കാര്യങ്ങളും അനുഗ്രഹവും കാര്യങ്ങളോടുകൂടി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കരിങ്കുട്ടി സ്വാമീനെ കൊണ്ടുനടക്കുമ്പോൾ യഥാശക്തി അനുസരിച്ചുള്ള കർമ്മങ്ങളും കാര്യങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള കോഴിത്തലയും കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് ഒരു തകിടിലേക്ക് ആവാഹിച്ച് ഒരാൾ നമ്മുടെ അടുത്ത് കാര്യങ്ങളും കർമ്മങ്ങൾക്കും വരുന്ന സമയത്ത് നമ്മൾ ആ തകിടിലേക്ക് ആവാഹിച്ച് അതുകൂടാതെ തന്നെ നമ്മൾ കർമ്മങ്ങളും കൊടുത്തിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള പൂജയും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യം എന്തെന്ന് പറഞ്ഞതിന് ശേഷം സ്വാമിക്ക് നേദ്യാദി കർമ്മങ്ങൾ കൊടുത്ത് യഥാശക്തി കർമ്മങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുക, സ്വാമി എൻ്റെ കാര്യങ്ങൾ ഇന്നതാണ്. അത് കഴിഞ്ഞ് 7ാമത്തെ ദിനത്തിൽ അവർക്ക് വന്ന് തീപ്പന്തം കൊളുത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരിയുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് യഥാശക്തി വെച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് ആ തകിട് എടുത്തിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്വാമിയുടെ മുമ്പിൽ ചെന്നിട്ട് സ്വാമിയുടെ തുറയെ വിഷ്ണുമ്മ സ്വാമിയുടെ തുറയെ ഇന്നതാണ് കാര്യം, ഇവർക്ക് കരിങ്കുട്ടി സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ തകിട് കൊടുത്തതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള പൂജയും കാര്യങ്ങളും നടത്തിയിട്ട് അവർക്ക് കൊടുക്കുക. ഇതാണ് അതിനുള്ള ശരിക്കുള്ള പരിഹാര കർമ്മങ്ങൾ, എന്ത് കാര്യങ്ങൾ നടക്കാനായിട്ടുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളും വരും, ഏവർക്കും കാര്യങ്ങളും നടക്കും. എന്ത് കാര്യങ്ങളാണെങ്കിലും കരിങ്കുട്ടീനെ വെച്ച് നടക്കാത്ത കേസുകളൊന്നുമില്ല. ഓം ശ്രീ വിഷ്ണുവായ ഓം ശ്രീ കരിങ്കുട്ടി സ്വാമി നമഃ.